4ഉം 5ഉം സ്റ്റെപ്പുള്ള ഫേഷ്യൽ ചെയ്യാനായിട്ട് താല്പര്യമില്ല. ഈവൻ അവധി ദിവസമാണ്, വീക്കെൻഡ് ആണ്, എല്ലാം സമ്മതിക്കുന്നു. പക്ഷെ എനിക്ക് 4-5 സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ട് ഫേഷ്യലൊന്നും ചെയ്യാൻ താല്പര്യം ഇല്ലാതിരിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്ന ഒരു അടിപൊളി 1 സ്റ്റെപ്പ് ഫേഷ്യലാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. സ്കിൻ ബ്രൈറ്റ് ആവാനും നമുക്ക് ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും സ്കിൻ നന്നായിട്ട് ക്ലീൻ ആവാനും സഹായിക്കുന്ന ഒരു ഫേഷ്യൽ റുട്ടീനാണ്. ഇതിനാകെ കൂടെ 15 മിനിറ്റ് സമയം ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ഒരുപാട് സ്റ്റെപ്സ് ഒന്നും ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ആക്കാണ്ട് മുഴുവനും കണ്ടു നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് വലിയൊരു തീരുമാനത്തിലെത്താനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കിയിട്ട് തീരുമാനിക്കുക നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന്. മോസ്റ്റ്ലി എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിരിക്കും. നമ്മുടെ സ്കിൻ എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ. സോ അവസാനം വരെ കണ്ടാൽ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്കും നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റും. എനിക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ അവസാനം വരെ കണ്ടു നോക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോരുത്. അതോടൊപ്പം എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു സിമ്പിൾ ഫേഷ്യൽ റുട്ടീൻ ചെയ്യണം. അതിനായിട്ട് ഒരൊറ്റ പാക്ക് മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു തക്കാളിയുടെ പകുതിയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പം ഞാനൊരു ബൗളിലോട്ട് 1-1.5 സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി കുറച്ച് നേരം നമ്മൾ വെച്ചിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഷാർപ്പായിരിക്കും അതിൻ്റെ ചെറിയ ചെറിയ തരികൾ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെച്ചിരുന്നാൽ അതൊന്ന് സോഫ്റ്റ് ആവും. പിന്നെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിവിടെ 1-1.5 സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഖത്തും കഴുത്തിലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഏതൊരു ഫേഷ്യൽ ആയാലും ഫേസ് പാക്ക് ആയാലും മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. കയ്യിലും കാലിലും ഒക്കെ ചെയ്യേണ്ടതാണ്. അത്രയും ചെയ്യാനായിട്ട് സാവകാശം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ മുഖത്ത് മാത്രം അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. ഞാൻ ആദ്യം എടുത്ത അരിപ്പൊടിയിൽ കുറച്ച് കുറഞ്ഞു പോയിട്ട് ഞാൻ വീണ്ടും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് അരിപ്പൊടി എടുത്തു, ഒപ്പം കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. ഇനി അഥവാ ഏതെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ പോലും ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ വാങ്ങുമല്ലോ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇത് ഇച്ചിരി വെള്ളം പോലത്തെ തൈരാണ്. നിങ്ങൾക്ക് കട്ടത്തൈര് കിട്ടുന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇതിപ്പം വെള്ളം കൂടുതലുള്ളത് കൊണ്ടേ, തൈരിൽ കുറച്ച് വെള്ളം കൂടുതലായതുകൊണ്ട് ഞാനിവിടെ കുറച്ച് അരിപ്പൊടി മാത്രം എടുത്തപ്പോൾ എനിക്ക് തികയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് കൺസിസ്റ്റൻസി നമ്മുടെ ഇഷ്ടത്തിനാക്കിയെടുക്കാം. എന്നാൽ ഒരുപാട് കട്ടിക്കാക്കേണ്ട. കാര്യം ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഈ വെള്ളം നനവ് മുഴുവനും വലിച്ചെടുക്കും നമ്മുടെ ഈ ഒരു അരിപ്പൊടി. സോ ഇതിൽ കുറച്ച് വെള്ളം മുന്നിട്ട് നിന്നാലും ഒരു പ്രശ്നമില്ല കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോഴേക്കും സെറ്റ് ആയിക്കോളും. 10 മിനിറ്റ് നമ്മളിതിങ്ങനെ വെച്ചിരിക്കുക. അതിനുശേഷം നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ തരികളൊക്കെ ഉണ്ട്. കുറച്ച് നേരം ഇരുന്ന് കുതിർന്ന് കഴിയുമ്പം ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവും. അപ്പോഴാണ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള ശരിക്കുള്ള കൺസിസ്റ്റൻസി ആകുന്നത്. സ്കിൻ ബ്രൈറ്റനിങ്ങിനും ആൻറ്റി ഏജിങ്ങിനും ഒരുപാട് കാലങ്ങളായിട്ട് അരിപ്പൊടി യൂസ് ആക്കാറുണ്ട്. റൈസ് വാട്ടർ, കഞ്ഞിവെള്ളം പോലത്തെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ റൈസിൻ്റെ ഐറ്റംസ് യൂസ് ആക്കാറുണ്ട് മുഖത്ത്. അങ്ങനെ യൂസ് ആക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി സെറ്റാവും. അല്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. സെറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ആക്കിയാൽ മതി. ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇപ്പോൾ എനിക്ക് ഇതുവരെയും ചെയ്തിട്ട് അരിപ്പൊടി നന്നായിട്ടാണ് വർക്കായിട്ടുള്ളത്. സോ ഞാനത് യൂസ് ആക്കാറുണ്ട്. നിങ്ങൾക്ക് ഏതാണോ സെറ്റ് ആവുന്നത് അത് മാത്രം തിരഞ്ഞെടുത്ത് നിങ്ങളത് കണ്ടിന്യൂസ് യൂസ് ആക്കുക. നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും. ഞാനിവിടെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ചെറിയൊരു ഫേസ് പാക്ക് അല്ലേ, സിമ്പിൾ അല്ലേ, ഇതിലിപ്പോൾ എന്താ ഉള്ളതെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ ഒരു മസാജിങ് റുട്ടീൻ, അതും തക്കാളി വെച്ചിട്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ മുഖത്ത് മുഴുവനും ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനും ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് റെഗുലറായിട്ട്, അതായത് ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ഫേസ് പാക്കായിട്ട് യൂസ് ആക്കാൻ ഇത് നല്ലതാട്ടോ. നിങ്ങൾ വേറെ ഫേസ് പാക്ക് ഒന്നും യൂസ് ആക്കുന്നില്ല എന്നാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എളുപ്പമാണ്, പക്ഷെ നല്ല രീതിയിൽ റിസൾട്ടും കിട്ടും. തൈര് ഇല്ലയെന്നുണ്ടെങ്കിൽ സാരമില്ല, നിങ്ങൾക്ക് പാൽ യൂസ് ആക്കാം കേട്ടോ. പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെയിലേറ്റ കരിവാളിപ്പ് കൂടുതലാണെങ്കിൽ തൈര് യൂസ് ആക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് സൺ ടാൻ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ ഒരാഴ്ചയൊക്കെ ജോലിക്ക് പോവുകയാണ്, പുറത്ത് യാത്രയൊക്കെ പോവുകയാണെന്നാണെങ്കിൽ തിരിച്ച് നമ്മൾ വീക്കെൻഡൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ദിവസം ആയാലും നമ്മൾ നന്നായിട്ട് വെയിൽ കൊണ്ടു അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണിത്. സിമ്പിളാണ്, പക്ഷെ ഭയങ്കര എഫക്റ്റീവാണ്. നല്ല രീതിയിൽ സൺ ടാൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ആദ്യത്തെ യൂസിൽ തന്നെ വലിയ വ്യത്യാസമൊന്നും അറിയാൻ പറ്റിയില്ല എന്നാണെങ്കിൽ കണ്ടിന്യൂസ് യൂസ് ആക്കുക.
അതായത് അടുത്ത ആഴ്ച വീണ്ടും ഒന്നും കൂടെ ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി, അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ദിവസം ആഴ്ചയിൽ 1-2 ദിവസം കൂടെ വേറെ ഏതെങ്കിലും സിമ്പിളായിട്ടുള്ള ഒരു പാക്ക് നിങ്ങളുടെ സ്കിന്ന് സെറ്റ് ആകുന്നത് യൂസ് ആക്കുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. ഇത് ആഴ്ചയിൽ ഒരേ ഒരു ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി. എന്ത് പാക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതായിരുന്നാലും നമ്മളത് ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ യൂസ് ആക്കിയാൽ മതി. പിന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ സൺ ടാൻ അടിച്ചിട്ട് പിഗ്മെൻറ്റേഷൻ വന്നിട്ടൊക്കെ, പിഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ സൺ ടാൻ കാരണം ഉണ്ടാകുന്ന ഡാർക്ക്നെസ്സും ഡൾനെസ്സും, പിന്നെ നമ്മുടെ ചുണ്ടിനൊക്കെ ചുറ്റും ഇടയ്ക്ക് മാത്രം ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വന്നതാണ്, ടയേർഡ്നെസ് കാരണമൊക്കെ വന്നതാണെങ്കിൽ അത് മാറ്റാനായിട്ട് റെഗുലറായിട്ട് എല്ലാ ദിവസങ്ങളിലും രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചെറിയൊരു പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഏറ്റവും നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം യൂസ് ആക്കാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചിരിക്കുക. ആ 10 മിനിറ്റിന് ശേഷം ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ട് ഇതുപോലെ വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. തക്കാളിയുടെ നീരും നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് വർക്കാകും. നന്നായിട്ട് നമ്മുടെ സ്കിൻ ഗ്ലോ ആകാനും അതുപോലെ തന്നെ സൺ ടാനൊക്കെ റിമൂവ് ചെയ്യാനും ബെസ്റ്റാണ്. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് സെറ്റ് ആവുന്നതാണെങ്കിൽ, ആദ്യമായിട്ടാണ് യൂസ് ആക്കുന്നതെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ കഴുത്തിൻ്റെ പുറകുവശത്തോ ചെവിയുടെ പുറകിലൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗത്തായിട്ട് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചെറുതായിട്ടൊന്ന് ഒരല്പം എടുത്ത് പുരട്ടി വെച്ചിരുന്നിട്ട് നോക്കുക. എന്നിട്ട് കഴുത്തിലോട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. അതിനുശേഷം താടിയുടെ അവിടെ അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് മുഖത്ത് ഓക്കെ ആണോ എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. ഒരുപാട് കൊച്ചുകുട്ടികൾ ആദ്യമായിട്ട് പാക്കൊക്കെ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നവർ നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഞാനും ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം തുടക്ക സമയത്ത് എനിക്ക് എല്ലാ പ്രോഡക്ട്സും സെറ്റ് ആവില്ല. ഞാൻ പതുക്കെ നോക്കി സെറ്റാവുന്ന പ്രോഡക്ട്സ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പോലും നിങ്ങൾക്കറിയാം, ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് തന്നെയാണ് പല തരത്തിൽ ഉപയോഗിക്കുന്നത്. കാര്യം വേറൊന്നുമല്ല, എല്ലാ പ്രോഡക്ട്സും എല്ലാവർക്കും സെറ്റ് ആവില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് സെറ്റാവുന്ന റുട്ടീൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് സെറ്റാവുന്ന മാത്രം നിങ്ങൾ യൂസ് ആക്കിയാൽ മതി. പിന്നെ ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും മാറ്റിയൊക്കെ പരീക്ഷിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ടൊക്കെ ഞാൻ ഹോണസ്റ്റായിട്ട് തന്നെ ഈ വീഡിയോയിലല്ല, നമ്മുടെ ചാനലിൽ വീഡിയോസിൽ പറയാറുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്കിന്ന് ഗ്ലോ ആയിട്ടുണ്ട്. ആ ഒരു ഡെഡ് സെൽസ് ഒക്കെ പോയിട്ട് എക്സ്ട്രാ ഒരു ക്ലെൻലിനെസ് വന്നതുപോലെ ഒന്ന് നന്നായിട്ട് നമ്മൾ തേച്ചൊരച്ച് കഴുകിയതുപോലെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നും എപ്പോഴും ചെയ്യേണ്ട കാര്യമില്ല. ആ തക്കാളി വെച്ച് മസാജ് ചെയ്യുമ്പോഴായാലും, ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ വളരെ ഹെവി ആയിട്ട് ചെയ്യുന്ന പോലെ തോന്നും. അങ്ങനെയൊന്നുമില്ല. ഞാനൊരു 50 സെക്കൻഡ് മാത്രം അലാറം വെച്ചിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അത്രയും കുറച്ച് സമയം മാത്രമേ ഞാൻ സ്ക്രബ് ചെയ്യാനായിട്ട് എടുക്കാറുള്ളൂ. അതിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നെന്ന് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ തന്നെ നാച്ചുറലി നമ്മുടെ സ്കിന്നിന് ഒരു എക്സ്ഫോളിയേഷൻ പവർ ഉണ്ട്. പിന്നെ നമ്മൾ തൈര് യൂസ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ നാച്ചുറലി നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് ആഴ്ചയിൽ ഒരേ ഒരു ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.